നിങ്ങളവിടെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നോ? എന്റെ ഫോൺ എവിടെ പോയെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. എനിക്കവിടെ പ്രാന്ത് പിടിക്കുന്നു. എവിടെ എന്റെ ഫോൺ പോയത്? നിന്നെക്കാളും പ്രാന്ത് പിടിക്കുന്നത് എനിക്കാ. ഈ മാസം 3 ഫോണാണ് നിനക്ക് വാങ്ങിച്ചത്. ഇതൊക്കെ എവിടെ കൊണ്ട് കളഞ്ഞ നീ? സ്കൂളിൽ നിന്നാണല്ലോ ഇത്. ഹലോ, ഇഷയുടെ ഫാദർ അല്ലേ? അതെ. സ്കൂളിൽ നിന്നാണേ വിളിക്കുന്നത്. പ്രിൻസിപ്പളിനൊന്ന് നിങ്ങളെ കാണണം. ഒന്നിവിടം വരെ വരുമോ? എന്ത് പറ്റി? അതിവിടെ വന്നിട്ട് പറയാം. ഓ ശരി, ഞാൻ വരാം. നീ എവിടെയാ? ഇങ്ങോട്ട് വന്നേ. എന്തിനാ ഈ കിടന്ന് കൂവുന്നത്? വേറൊന്നും അല്ല, സ്കൂളിൽ നിന്ന് വിളിച്ചു. പെട്ടെന്ന് റെഡി ആവ്. ഇരിക്ക്. വിഷയെ പറ്റി പറയാനാ ഞാൻ വിളിപ്പിച്ചത് നിങ്ങളെ. മേഡം, ഇവൾ എന്ത് കുരുത്തക്കേടാ കാണിച്ചത്? എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അതിനുള്ള ആക്ഷൻ എടുത്തോളൂ. എനിക്കൊരു കുഴപ്പവും ഇല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അവർ നോപ്പിച്ചോളൂ. നിങ്ങളെ കുട്ടി ചെയ്തത് തെറ്റാ, പക്ഷെ അതിനേക്കാളും വലിയ തെറ്റാ നിങ്ങൾ രണ്ടാളും ചെയ്തേക്കുന്നത്. മാഡം, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഇത് നിങ്ങളുടെയാണോ? ഇതൊക്കെ എന്റെ ഫോണല്ലേ? ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നത്? ഇതെല്ലാം എനിക്ക് ഇഷയുടെ ബാഗിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ നീയാണല്ലേ എന്റെ ഫോണല്ലേ എടുത്തത്? ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയാവോ? ആദ്യം നിങ്ങൾ ദേഷ്യപ്പെടുന്ന നിർത്ത്. കുട്ടി എന്തിനാ ഇത് എടുത്തോണ്ട് വന്നേന്ന് നിങ്ങൾക്കറിയോ? മേഡം, അവളെ എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതെ, ഒന്ന് നിർത്തിക്കേ. മോൾ എന്തിനാ ഫോൺ എടുത്തോണ്ട് വന്ന് ആദ്യം അച്ഛനോടും അമ്മയോടും പറ. അമ്മ, അച്ഛ സോറി. ആഹാരം കഴിക്കുമ്പോ പോലും അമ്മ എന്നോട് മിണ്ടാറില്ല. സ്കൂളിലേക്ക് പോകുമ്പോഴും അമ്മ ഫോണിൽ തന്നെയാ, എന്നോടൊന്നും മിണ്ടാറില്ല. നിങ്ങൾ എപ്പോഴും ഫോണില്ല, ഞാൻ പറയുന്ന ഒന്നും കേൾക്കാറില്ല. എന്നോടൊന്നും മിണ്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാ, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടം ഫോണാ. ഈ ഫോൺ കാണാതെ പോയാൽ ഞാൻ പറയുന്നതല്ല അമ്മ കേൾക്കുമല്ലോ. ഇനി പറ, എന്ത് പണിഷ്മെന്റാ ഞാൻ അവർക്ക് കൊടുക്കേണ്ടത്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇക്കാലത്ത് ഫോൺ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ കുട്ടികളെക്കായും ഫോൺ അഡിക്റ്റ് ഇപ്പം പേരൻസ് ആണ്. പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇപ്പം കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ കുറച്ച് ടൈമും സ്നേഹവുമാണ്. അത് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഇങ്ങനൊരു അവസ്ഥ വരരുത് നിങ്ങളുടെ കുഞ്ഞിന്. ശരി മാഡം, ഇത് നീ ആവർത്തിക്കില്ല.